മീനഭരണി ആയതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അച്ഛനെ കൊണ്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. ഇതാണ് നമ്മുടെ എണ്ണക്കാട് നാലുകുളം ദേവി ക്ഷേത്രം, അല്ലെങ്കിൽ എണ്ണക്കാട് അമ്പലം എന്ന് ഞങ്ങൾ പറയും. ഇവിടെ കെട്ടുകാഴ്ചയൊക്കെ ഉണ്ട്, കാളയും കുതിരയൊക്കെ. അച്ഛനെ വീട്ടിലേക്ക് വിടാനായിട്ട് പോണ വഴിക്ക് മണിയനെ കണ്ടു. മണിയൻ നടന്ന് അമ്പലത്തിലേക്ക് പോകുന്നത്. പിന്നെ അവനെ കൂട്ടി വന്ന് അമ്പലത്തിൽ ചെന്നപ്പോൾ എന്റെ വീടിനടുത്തൊരു വീട്ടിൽ നിന്ന് ചക്കച്ചോളയൊക്കെ കിട്ടും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ എന്നെ വിളിക്കുന്നത്, അവനൊന്നും അമ്പലത്തിൽ പോകണം, അവനെ കൊണ്ടൊന്ന് പോകാൻ. അങ്ങനെ അവനെ കൊണ്ട് അമ്പലത്തിലൊക്കെ പോയി തിരിച്ചാണെങ്കിൽ ഞങ്ങൾ കെട്ടുകാഴ്ചയൊക്കെ കെട്ടുന്നിടത്തോട്ടാണ് തെക്കേക്കരയുടെ കുതിര. തെക്കേക്കരയിലെ തന്നെ വേറൊരു കൂട്ടുകാരുടെ കാളയാണ്. ഇതാണ് കൂട്ടത്തിലേക്ക് ഏറ്റവും വലിയ കാള. ആനന്ദഭൂതേശ്വരനാണ് ഇതിന്റെ പേര്. ഇതും വടക്കേക്കരയുടെ തന്നെ ഒരു കാളയാണ്. അങ്ങനെപ്പോഴാണ് ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് പായസം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ പോയി മേടിച്ചത്. ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം വിളമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിളമ്പി 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും എടുത്ത് മുറ്റത്ത് വെച്ച് കാക്കയ്ക്ക് കൊടുക്കാറാണ്. അങ്ങനെ മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾ അത് തിന്നാനായിട്ട് കാക്കയായിട്ട് ഉറുമ്പായിട്ടൊക്കെ വരുമെന്നാണ് അങ്ങോട്ട് വെച്ചപ്പോൾ തന്നെ ഒരു കാക്ക വന്നിട്ടുണ്ടായിരുന്നു. ഞാനും കഴിച്ചിട്ടിരുന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പായസം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ അവിടെ പോയി പായസം. എന്റെ പ്രായത്തിലുള്ളവരൊക്കെ അവിടെ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇച്ചിമുള്ളി അതോലൊക്കെ ഇപ്പൊ എന്റെ ടീമിനാണെങ്കിൽ അമ്മേനെ കണ്ടു. ഞാനും ഉമ്മാടി ടീംസും എല്ലാം കൂടിലേക്ക് എന്നപ്പോഴാണ് അനന്തഭൂതേശ്വരന്റെ കാള വരുന്നത്. പുറകിന് നമ്മുടെ ആനന്ദഭൂതേശ്വരം വന്നു. ആ തലയെടുപ്പ് കാണാൻ ഒന്നൊന്നര അഴകോടെ മുന്നോട്ട് പോയപ്പോഴത്തേനും നമ്മുടെ വടക്കിന്റെ തന്നെ മറ്റേ കാളയൊക്കെ വഴിക്ക് നമുക്ക് സ്ക്വാഷ് ഒക്കെ കിട്ടിയാണ്. ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. താമ്പോലം ചൂടാക്കുന്നതാണ്. വടക്കേക്കരയുടെ കുതിരയുടെ കൂടെ വന്ന താമ്പോലം ഹൈലൈറ്റ് ആണ് ഈ പയ്യൻ. താമ്പോലമൊക്കെ ചൂടാക്കിയിട്ട് വന്ന് അവരങ്ങ് കയറി കസ. എല്ലാവരും കൂടെ നമ്മുടെ പിള്ളേരും കയറി തുള്ളി. ദീപാരായപ്പോഴത്തേനും എല്ലാ അകത്ത് നമ്മളിങ്ങനെ തിരിച്ചു വന്നപ്പോൾ അപ്പത്തെ വീട്ടിൽ കപ്പയും മുളകും സെറ്റ് ആക്കിയിട്ടുണ്ട്. കഴിച്ച് 8:30 ആയപ്പോഴത്തേനും അൻപലി കാണാൻ 2 അമ്മമാരെ വെച്ച് പറക്കി ഇറങ്ങുന്നത് അങ്ങനെ കുറച്ച് റെയർ ആയിട്ടുള്ള കാര്യമാണ്. വേറെ എവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. വടക്കേക്കരയുടെ അൻപലി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കൂടുതൽ റിച്ച് ആയിട്ടുള്ള ജ്യോതിഷി നമുക്ക് ബജ്ജിയൊക്കെ മേടിച്ചു തന്നിട്ട് കഴിഞ്ഞിട്ട് ആഴ്ച എന്ന് പറഞ്ഞപ്പോഴത്തേനും പിന്നെ നാരങ്ങ വെള്ളം മേടിച്ചു. നല്ല സ്വാലിഹത്തായ പയ്യൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തെക്കേക്കരയിലേക്ക് പോകാനായിട്ട് അമ്മ ഇറങ്ങി. അവിടുത്തെ അൻപലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേനും 4 ബാക്കി നാളെ.